ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 3. ശ്രീ ഭഗവാനുവാച. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ 2 കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. ഭാവാർത്ഥം. 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകത്തിൽ 2 വിധം യോഗങ്ങളെപ്പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെപ്പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നു. സാഖ്യയോഗം അഥവാ ജീവന്റെയും ജഡപദാർത്ഥത്തിന്റെയും സ്വഭാവത്തെ വിശകലനം ചെയ്തു പഠിക്കലാണ് ഊഹാപോഹങ്ങളിലൂടെയും ഗവേഷണത്തിലൂടെയും തത്വജ്ഞാനം നേടാൻ ഉദ്ദേശിക്കുന്നവരുടെ വഴി. മറ്റേ കൂട്ടരുടേത് 61-ാം ശ്ലോകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള കൃഷ്ണാവബോധത്തിലൂടെയുള്ള പ്രവർത്തനവും. ബുദ്ധിയോഗമെന്ന കൃഷ്ണാവബോധത്തിന്റെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാവുമെന്ന് മാത്രമല്ല, ആ പ്രക്രിയയിൽ പിഴയൊന്നും വരാനിടയില്ലെന്നു കൂടി 39-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയോഗം എന്നാൽ പരമ്പൊരുളിനെ അഥവാ കൃഷ്ണനെ പൂർണ്ണമായി ആശ്രയിക്കലാണെന്നും അങ്ങനെ സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാൻ നിഷ്പ്രയാസം കഴിയുമെന്നും 61-ാം ശ്ലോകത്തിൽ നിന്ന് സ്പഷ്ടമാവുന്നുണ്ട്. അപ്പോൾ മതവും തത്വശാസ്ത്രവും എന്ന പോലെ പരസ്പര പൂരകങ്ങളാണ് ഈ 2 യോഗങ്ങളും. തത്വശാസ്ത്രമില്ലെങ്കിൽ മതം വെറും വികാരാവേശമാവും, ചിലപ്പോൾ മതഭ്രാന്തം. മതമില്ലാത്ത തത്വശാസ്ത്രം മാനസികമായ ഊഹക്കച്ചവടമായി കലാശിക്കും. നിർവ്യാജമായി നിരപേക്ഷ തത്വാന്വേഷണം തുടരുന്ന തത്വചിന്തകൾ ഒടുവിൽ കൃഷ്ണാവബോധത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട് ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഭഗവത്ഗീതയിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ജീവന് കൃഷ്ണനുമായുള്ള ബന്ധമെന്തെന്ന് ശരിക്കും മനസ്സിലാക്കുന്നതിൽ എത്തിക്കുന്നു എല്ലാ പ്രക്രിയയും. തത്വശാസ്ത്രപരമായ അനുമാനം വളഞ്ഞ വഴിക്ക് കൃഷ്ണാവബോധത്തിൽ എത്തിക്കുമ്പോൾ നേർവഴി കൃഷ്ണാവബോധം സംബന്ധിച്ച എല്ലാറ്റിനോടും നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവയിൽ കൃഷ്ണാവബോധത്തിലേക്കുള്ള നേർവഴിയാണ് ഉത്തമം. കാരണം അതിന് തത്വശാസ്ത്രപരമായ പ്രക്രിയയിലൂടെ ഇന്ദ്രിയ ശുദ്ധീകരണം വേണമെന്നില്ല. കൃഷ്ണാവബോധം തന്നെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഭക്തിപൂർവകമായ സേവനത്തിന്റെ നേരിട്ടുള്ള മാർഗത്തിലൂടെ അത് പ്രയാസരഹിതവും അതേസമയം ശ്രേഷ്ഠവുമാകുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.